ഹലോ, കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. എല്ലാവരും ചോദിക്കണ്ട എന്താ ഇപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തിയോന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിർത്തിയിട്ടൊന്നുമില്ല, ഒരു മടി പിടിച്ചായിരുന്നു. എൻ്റെ ചേച്ചി വരും, പിന്നെ ചേച്ചി വരുന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഇന്നിവിടെ ഉണ്ണിയുണ്ട്, ചേച്ചിമോളും ഉണ്ണിയുണ്ട്. അപ്പോൾ ചെറിയ ഉണ്ണിയുള്ളതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല രസമാണ്. ഹലോ സ്വത്തുമണി കാര്യല്ലേ വ്ളോഗാ രണ്ട് വരലിതാവുമ്പോഴേ ഇതാ വരല് ഇതാ ഇനി മോളെ ഇതാ കളക്കത്തിന് വരല് മന്നിച്ച് വരില്ല അമ്മ. നമ്മുടെ ഫേവറേറ്റ് ചൈൽഡ് നമ്മളൊന്നും ഇഷ്ടല്ലേ. മന്നിച്ച് വരുന്നോണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? നത്തിങ് അല്ല, എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്കറിയാം. നിങ്ങൾ ഇന്ന് ചൊറുമൂടിലാണ്, ഉറക്കം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ട അതാണ് ഇങ്ങനെ, അല്ലേ ഞങ്ങൾ ഇങ്ങനെ അല്ല കേട്ടോ. നമ്മളുണ്ടോ നടക്കാൻ? എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഉറങ്ങാനാവണം. ഹലോ, മേമ്മയുടെ കുട്ടി എവിടെ? പൊന്നുൻ്റെ കുട്ടി എവിടെ? സ്വത്ത് മണ്ണി എവിടെ? എനിക്ക് ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഉണ്ണികളെ കണ്ടാൽ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മേമ്മ സ്വത്ത് എവിടെ, കുഞ്ഞുമണി എവിടെ, അങ്ങനെയാണല്ലോ എല്ലാവരും. പക്ഷെ വീഡിയോയിൽ ഫുൾ അതായി. പൊന്നുൻ്റെ കുട്ടിയാണ് കേട്ടത്. പൊന്നുൻ്റെ കുട്ടി എവിടെ? പൊന്നുമേമ്മ കുട്ടി എവിടെയാണ്? ഇവിടെ ആർക്കും മേമാന്ന് വിളിക്കണ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളപ്പോൾ ഉണ്ണിയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി കൊടുക്കാം. ഉറക്കം വരുന്നുണ്ട് നമുക്ക് ഉറക്കം വരുന്ന ചേച്ചി മോളെ. ബൈ, ഗുഡ് നൈറ്റ് പൊന്ന, ഗുഡ് നൈറ്റ്. നമ്മളപ്പോൾ ഉണ്ണിയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി കൊടുക്കാം. ഉറക്കം വരുന്നുണ്ട് നമുക്ക് ഉറക്കം വരുന്ന ചേച്ചി മോളെ. ബൈ, ഗുഡ് നൈറ്റ് പൊന്ന. അപ്പം ഞാൻ റെഡി കഴിഞ്ഞു. ഞാനും ദൊഡമ്മയും അമ്മയും കൂടി പോകണം. എന്നിട്ട് നമ്മൾ പോണ വഴിക്കല്ല, ഫസ്റ്റ് എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടാവാം. നെടുമ്പാശ്ശേരി അവിടെ ചേച്ചി വരുന്നത്. അത് നെടുമ്പാശ്ശേരി പോവും, ചേച്ചീനെ എടുക്കും. എന്നിട്ട് നമ്മളെ എറണാകുളത്ത് ഫ്ലാറ്റ് പോവും. അവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അവിടുന്ന് സാധനം എടുക്കും. എന്നിട്ട് നമ്മൾ തൃശ്ശൂർ പോയിട്ട് കുഞ്ഞൂരെടുത്തിട്ട് വരും. അങ്ങനെയാണ്. കുറേ സമയം കാറിൻ്റെ ഉള്ളിലാവാനാണ് ചാൻസ്. എനിക്ക് വലിയ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ അത്ര ഇഷ്ടമല്ല. ബട്ട് സ്റ്റിൽ ചേച്ചി വരുന്നോണ്ട് ആദ്യമായിട്ട് വരില്ലേ, അപ്പോൾ വിളിക്കാൻ പോവാ വെച്ച്. ആയി അപ്പോൾ നമ്മളെ ചേച്ചി വരും 6 months 7 ആയ 8 months 10 months ആയ 10 മാസത്തിന് ശേഷമാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷനാണ്. ഇതെൻ്റെ ചേച്ചി വരുന്നു, LKG വന്നു. അങ്ങനെ എല്ലാവർക്കും വെക്കേഷനുള്ള ടൈമാണ്. പക്ഷേ എനിക്ക് സ്കൂളിൽ പോകണം, അതാണ് ഏറ്റവും വലിയ സങ്കടം. 2-3 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു. അതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, കാരണം എല്ലാവരും ഇനി വീട്ടിൽ നാട്ടിലാവും. പക്ഷെ എനിക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ എന്നാലോചിക്കുമ്പോൾ ഒരു മാതിരി. കടലാണ് ചേച്ചി വന്നിക്കണോ, പക്ഷെ നമ്മളെത്തിയിട്ടില്ല. നമ്മളെത്താറായിട്ടോ. എനിക്ക് വയ്യ, ഒന്ന് വീട്ടിലെത്താൻ പറ്റും എനിക്ക് തോന്നുന്നു. ഇഷ്ടമല്ല അങ്ങനെ കുറേ നേരം കാറിൻ്റെ ഉള്ളിൽ. അയ്യോ, അപ്പൊ നമ്മൾ ചേച്ചിനെ കാണാൻ പോവുകയാണ്. അപ്പുറത്തു കൂടെ വരണോ അല്ലേ? ചേച്ചിനെ കാണാനില്ല കൈ. ചേച്ചി താഴെയാണ് പറഞ്ഞത്. ഞങ്ങള് താഴത്തേക്ക് ഞങ്ങൾ വരാം. ഹലോ
താഴത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി. നമ്മളങ്ങനെ തിരിഞ്ഞ് ചേച്ചി ചേച്ചിയുടെ ഫ്രണ്ടിനൊപ്പം എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരാം. നമുക്ക് അവർ എന്തായാലും ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ അച്ഛൻ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പറഞ്ഞേ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. എന്തൊരു സ്ഥലല്ലേ, എത്ര കാര്യം കറങ്ങുന്നുണ്ട്. കാലത്ത് നമ്മൾ ചായ കുടിക്കാനെത്തി ഇങ്ങോട്ട് വരും എന്നാണ് അവർ പറയുന്നത്. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ചേച്ചിമാരൊക്കെ വരുമ്പോൾ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അനിയത്തിമാരിങ്ങനെ ഓടുന്നു, ചേച്ചിമാരിങ്ങനെ ഓടുന്നു, എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഞങ്ങളിങ്ങനെയാണ് കണ്ടാൽ അതൊന്നും മുണ്ടൂല, ഒരു പ്രത്യേക തരം. ഞാനും അങ്ങനെ തന്നെ കേട്ടോ അല്ലേ. ഇതേ ഇവിടെ ജ്യൂസ് കുടിക്കുന്നു. ആരെങ്കിലും എന്തായാലും സംസാരിക്കും. ഞാൻ മാത്രം കുറെ നേരം ഒറ്റയ്ക്ക് എന്തൊക്കെ പറയും. ഒരു ദിവസം പട്ടിണിയാണ്. ചേച്ചി ഇന്നലെ കയറിയതാണ്. വന്നപ്പോൾ കുട്ടി നല്ല മൂഡിലായിരുന്നില്ല, അതാണ് ഒന്നും ഉണ്ടാഞ്ഞ. മൂഡിലല്ലായിരുന്നു ഗൈസ്. ഞാൻ ബ്ലോഗിൽ പറയും ചെയ്ത് മൈൻഡ് ആക്കിയില്ല. വലിയ കാര്യത്തിൽ ഫോണം പിടിച്ചിട്ടില്ല. ഞാൻ പറയും എന്നെ മൈൻഡ് ആക്കിയില്ല. അല്ലാണ്ട് കാണുമ്പോൾ അട്രാക്ഷൻ എന്തെന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടുകാരോട് അങ്ങനെ കാത്തുക്കുന്നതായിരുന്നു. ഞാൻ ക്ലാസ് ഇന്റർനാഷണൽ അമ്മ എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക് നോക്കും. ഞാൻ ഇതൊക്കെ എടുത്ത് യൂട്യൂബിലിടും. എൻ്റെ പാൻറ് ഉണ്ട് അവിടെ എത്തിയപ്പോൾ ഇമ്പ്രൂവ് ആയി. ഇട്ടിട്ടുള്ള പാൻറ് എൻ്റെതാണ്. അതങ്ങനെ ആവുമല്ലോ. ഇനി ഞാൻ അവിടെ പോയാൽ ഒരു അടി നടക്കുന്നതായിരിക്കും. കാരണം എൻ്റെ ഒരു സാധനം എല്ലാം ഞാൻ തിരിച്ചു കൊണ്ട്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ട്രെയിനിൽ വരുമ്പോ കാണാലോ. എങ്ങനെ അവിടെ തണുപ്പുണ്ടോ? അവിടെ ഇപ്പൊ ചൂടാണ്. നമ്മൾ ഫ്ലാറ്റിലെത്തി ഗൈസ്. മഴ പെയ്തിട്ട് കുറേ ദിവസം ഞാൻ അവിടെ നിന്നല്ലേ, ഒരു പുതുമ തോന്നില്ല. അപ്പുറത്തേക്ക് പോവാം. ഇപ്പം ശീലമായി. ഞാൻ കുറേ കാലം ഇവിടെ നിന്നിട്ടേ മറ്റേത് എവിടേക്ക് പോകണം എങ്ങോട്ട് പോകണം എന്നൊന്നും ഓർമ്മ. കമോൺ. കോലം കണ്ടായിരുന്നു ഇട്ടത്. കാറിൽ കിടന്ന് ഉറങ്ങി. നമ്മളെ റൂമിൽ 308. അയ്യോ നിങ്ങൾ ഇവിടെ എത്തി. സോ വി ആർ ഗോയിങ് ബാക്ക്. സാധനങ്ങളൊക്കെ എടുത്തു. ഇത് കുറേ പാത്രമൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ മാത്രം കുറച്ച് വെയിറ്റ് കുറവുള്ള സാധനം തന്നതാണ്. നമ്മളിങ്ങനെ വിശന്ന ടീമിനോട് എത്താത്തതിനാൽ ട്രാവൽ ചെയ്ത് ഒരു വിധായി. കണ്ണൊക്കെ കണ്ടല്ലേ, കൺമശിപ്പായിരുന്നു. നമ്മൾ വിശന്ന് കാത്തിരിക്കുകയാണ്. മേമയുടെ വീണ്ടും കാറിലേക്ക് കയറുകയാണ്. ഇത് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കഴിഞ്ഞ് കാറ് കയറാൻ. നമ്മളിപ്പോഴും കുഞ്ഞുവിൻ്റെ വീട്ടിലെത്തിയിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ കുഞ്ഞുവിൻ്റെ വീട്ടിൽ. കുഞ്ഞു ഞാനും തെറ്റാണ് കുറേ ആയിട്ട്. കുഞ്ഞു മുണ്ടിയാ ഉറങ്ങിക്കോട്ടോ. ഇവിടെ ഒരാളെ ചോറിനാണ് ചോറിനിട്ട് മഞ്ഞേച്ചി അവളെ കുറേ കാലത്തിന് ശേഷം ഇതുണ്ടോ ഇവിടെ ഇരുന്ന് ചോറിനോടാ. എൻ്റെ മുടിയൊക്കെ സമയത്താണ് 1:16. ഇവരിപ്പോൾ കണ്ടുമുട്ടുന്നുള്ളൂ ഗൈസ്. വ്ളോഗാ ലേറ്റ് ആയി പോയതാണ്. അത് ചേച്ചി നമ്മൾ ഉണ്ണി ഉറങ്ങിയ. അപ്പം നമ്മൾ ഇനി എൻ്റെ വീട്ടിൽ പോകും. എവിടെ
നമ്മൾ ഉണ്ണീനെ കാണാൻ പോവാണ്. നമ്മളെല്ലാ ചേച്ചി ഇതുവരെ കണ്ടിട്ടില്ല ഗായസ്. ജനിച്ച് ഉണ്ണീനെ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. എവിടെ എവിടെ എന്ത് കുഞ്ഞു കണ്ണൊക്കെ